ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെയും CPIMന്റെയും നിലപാടുകളെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി പിണറായി വിജയനും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഒരേ പാതയിലാണെന്ന് പരിഹസിച്ച അദ്ദേഹം ഓരോ മതത്തിനും പ്രത്യേക സംഗമങ്ങൾ നടത്തുന്ന സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെയും ആഞ്ഞടിച്ചു. മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിലായിരുന്നു VD സതീശന്റെ പ്രതികരണം. വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതിലൂടെ മുഖ്യമന്ത്രി നൽകുന്ന സന്ദേശം വ്യക്തമായി എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇത് സർക്കാരിന്റെ മതേതര നിലപാടുകളിൽ നിന്നുള്ള വ്യതിചലനമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. CPIMും BJPയും തമ്മിൽ രഹസ്യ ധാരണകളുണ്ടെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളെന്നും ഇരു പാർട്ടികളും വെവ്വേറെ അയ്യപ്പ സംഗമങ്ങൾ നടത്തേണ്ട ആവശ്യമില്ലെന്നും ഒരുമിച്ച് ചേർന്നാൽ മതിയായിരുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു. BJPയുടെ അതേ പാതയിലാണ് CPIM സഞ്ചരിക്കുന്നതെന്ന വിമർശനമാണ് ഈ പ്രസ്താവനയിലൂടെ അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ചത്. സർക്കാരിന്റെ നാടകങ്ങൾക്ക് പ്രതിപക്ഷം സഹകരിക്കില്ലെന്നും സതീശൻ വ്യക്തമാക്കി. വികസനപരമായ കാര്യങ്ങളിൽ സർക്കാരുമായി പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിലെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് പ്രതിപക്ഷം കൂട്ടുനിൽക്കില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിലാണ് ശബരിമലയുടെ പുരോഗമനം ലക്ഷ്യമിട്ട് പമ്പാ തീരത്ത് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. NSS, SNDP ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളും സംഗമത്തിൽ പങ്കെടുത്തു. കൈതപ്രത്തിന്റെ അയ്യപ്പ ശ്ലോകത്തോടെയാണ് ആഗോള അയ്യപ്പ സമ്മേളനം ആരംഭിച്ചത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം ദേവസ്വം മന്ത്രി VN വാസവൻ വേദിയിൽ വായിക്കുകയും ചെയ്തിരുന്നു. ഇത് വലിയ വിവാദങ്ങൾക്കായിരുന്നു വഴിവെച്ചത്. പിണറായി വിജയൻ നല്ല ഭക്തനാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ കാറിലാണ് വെള്ളാപ്പള്ളി വേദിയിലെത്തിയത്. ഇതും പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു. തമിഴ്നാട്ടിൽ നിന്നെത്തിയ ശേഖർ ബാബുവും പളനിവേൽ ത്യാഗരാജനുമാണ് സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയ മന്ത്രിമാർ. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്ന 18 അംഗ സമിതിയായിരിക്കും വികസന പദ്ധതികൾ നടപ്പാക്കുക എന്നായിരുന്നു ദേവസ്വം മന്ത്രിയുടെ പ്രഖ്യാപനം. അടുത്ത മാസം രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കുമെന്നും ഇതു സംബന്ധിച്ച ആശയവിനിമയം രാഷ്ട്രപതി ഭവൻ നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം ശബരിമലയിൽ ആചാരലംഘനത്തിന് നേതൃത്വം നൽകിയ പിണറായി വിജയന്റെ കർമ്മികത്വത്തിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് രാഷ്ട്രീയ ദുഷ്ലാക്കോടെ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം പ്രഹസനമായെന്നാണ് VD സതീശൻ പറഞ്ഞത്. ഒഴിഞ്ഞ കസേരകൾ നിർമ്മിതി എന്ന് പറഞ്ഞ് ജനങ്ങളുടെ പൊതുബോധ്യത്തെ ചോദ്യം ചെയ്ത MV ഗോവിന്ദൻ സ്വയം അപഹാസ്യനാകരുതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. യോഗി ആദിത്യനാഥിന്റെ ആശംസ അഭിമാനത്തോടെ വായിച്ചതിലൂടെ സർക്കാർ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും VD സതീശൻ പ്രസ്താവനയിൽ ചോദിച്ചു. അയ്യപ്പ ഭക്തരെയും വിശ്വാസികളെയും കബളിപ്പിക്കാനുള്ള സർക്കാർ ശ്രമം പൊളിഞ്ഞെന്ന് വ്യക്തമാക്കുന്നതാണ് അയ്യപ്പ വേദിയിലെ ഒഴിഞ്ഞ കസേരകൾ. സർക്കാർ അവകാശപ്പെട്ടതിന്റെ 4-1 പേർ പോലും സംഗമത്തിന് എത്തിയില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ രാഷ്ട്രീയ നാടകം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അയ്യപ്പ ഭക്തർ സംഗമത്തോട് മുഖം തിരിച്ചത്. ദേവസ്വം ബോർഡ് ജീവനക്കാരും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്റ്റാഫ് അംഗങ്ങളും ഉദ്യോഗസ്ഥരുമാണ് സദസ്സിലുണ്ടായിരുന്നവരിൽ ഭൂരിഭാഗവും. ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ കണ്ടതാണ്. എന്നിട്ടാണ് അത് നിർമ്മിതമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ന്യായീകരിച്ചത്. ജനങ്ങളുടെ പൊതുബോധ്യത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന MV ഗോവിന്ദൻ സ്വയം അപഹാസ്യനാകരുത്. സംഗമം ആഗോള വിജയമെന്നും ലോക പ്രശസ്തമായ വിജയമെന്നും പറഞ്ഞതിലൂടെ MV ഗോവിന്ദൻ പിണറായി വിജയനെ പരിഹസിച്ചതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും VD സതീശൻ പറഞ്ഞു.